ബഹുമാനമുള്ള മുഅ്മിനുകളെ, മനുഷ്യരെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാ കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്ന ആ ഒരു ദിക്റിന്റെ മഹത്വം നമ്മൾ പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിത്തീർക്കാൻ തന്നെയുണ്ട് നമുക്ക്. എന്നാൽ അതിലുപരി ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും നമുക്ക് മാറിപ്പോകണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു പരിശുദ്ധമായ ദിക്ർ, അല്ലാഹുവിന്റെ പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ദിക്ർ, പ്രിയപ്പെട്ട സ്വഹാബത്ത് ചൊല്ലിയിട്ടുള്ള ആ ഒരു ദിക്ർ, ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്ന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിജയിച്ചു. അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ നിങ്ങൾ വിചാരിക്കും, ഉസ്താദേ ഈ ഒരു ദിക്ർ നമുക്കറിയാത്തതല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ്. ഏതാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പോലും പറഞ്ഞതാണ് ഹസ്ബിയല്ലാഹ്. അല്ലാഹു മതി എല്ലാവർക്കും. ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം പ്രതിസന്ധികളിൽ, ഏതെല്ലാം സങ്കടങ്ങളിൽ മനുഷ്യന്മാരെ കടന്നു പോന്നോ, ആ കടന്നു പോകുന്ന സങ്കടത്തിലും കണ്ണീരിലും കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദുരിതത്തിലെല്ലാം മനുഷ്യന്മാർക്ക് ഒറ്റ ദിക്ർ, സ്വഹാബാക്കൾ അവിടുന്ന് സങ്കടത്തോടുകൂടി കടന്നുപോയ ആ സമയത്ത് സ്വഹാബത്ത് ചൊല്ലിയിരുന്ന ദിക്ർ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും വീടില്ലാത്തവരുണ്ട്, മക്കളെ കെട്ടിക്കാൻ പ്രായമായവരുണ്ട്, 20-22 വയസ്സായ പെൺമക്കളുള്ളവരുണ്ട്. അങ്ങനെ ജീവിതത്തിൽ 100 സങ്കടങ്ങൾ ഏറ്റുകൊണ്ട് കടന്നു പോകുന്നവരുണ്ട്. ആ കണ്ണീരുകളെല്ലാം നമുക്ക് മാറിപ്പോകണം. അതിനുള്ള വഴികളിലൂടെ നമ്മൾ കടന്നു വരണം. അപ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് സന്തോഷം വരുന്നത്. എന്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകർ പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ചൊല്ലിപ്പോയതാണ്. എന്തിനേറെ പരിശുദ്ധമായ ബദറിന്റെ, ഉഹദിന്റെ, ഖൈബറിന്റെ അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് യുദ്ധത്തിന്റെ രണാങ്കണത്തില് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ കടന്നു പോകുമ്പോൾ പടച്ചവനെ ആ സ്വഹാബത്ത് മുഴുവനും ചൊല്ലിയിരുന്ന ദിക്ർ ഏതാണ്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പ്രിയപ്പെട്ട സ്വഹാബത്ത് കടന്നുപോയ സമയമുണ്ടല്ലോ, ആ സമയത്ത് പോലും സ്വഹാബത്ത് ചൊല്ലിപ്പോയ ദിക്റാണ്. അല്ലാഹുവേ, ഉഹദിന്റെ ആകട്ടെ, ഖൈബറിന്റെ ആകട്ടെ, ഖന്തഖിന്റെ ആകട്ടെ, പ്രിയപ്പെട്ട സ്വഹാബത്തിന് നാവിലൂടെ അടർന്നു വീണിട്ടുള്ള ദിക്ർ ഏതാണ്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എന്തിനാ ഇത് പറയുന്നത്? എത്രയോ വട്ടം നമ്മൾ ചൊല്ലുന്നവരാണ്, എത്രയോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് പടന്നു പോകുന്നവരാണ്. ഇതറിയാത്ത ഒരാളില്ല, ഇതറിയാത്തൊരു ചെറുപ്പക്കാരനില്ല, ഇതറിയാത്തൊരു കൊച്ചുകുട്ടിയില്ല, ഇതറിയാത്തൊരു മനുഷ്യന്മാരില്ല. എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിഷയം പറയുന്നത്? ഇൻഷാ അല്ലാഹ് സങ്കടമാണെന്ന് പറഞ്ഞ് വിഷമത്തോടെ ദുആക്ക് ലിസ്റ്റ് ചെയ്യുന്നവരാണ്, ദുആക്ക് കമന്റ് എഴുതുന്നവരാണ്. വീടിന്റെ കടമുണ്ട് ഉസ്താദേ, മോളെ കെട്ടിക്കാനുണ്ട് ഉസ്താദേ, കച്ചവടത്തിൽ ലാഭമില്ല ഉസ്താദേ, ഒന്ന് ദുആരക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉമ്മമാരോട് പറയാണ്, കടങ്ങളുള്ളവരായാലും സങ്കടമുള്ളവരായാലും വിഷമമുള്ളവരായാലും ദുഃഖമുള്ളവരായാലും ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്റിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. എന്തിനേറെ നമുക്കറിയാമല്ലോ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് ഹസ്ബിയല്ലാഹ്. ആ
ആകാശത്തിലൂടെ വട്ടമിട്ടുകൊണ്ട് പറക്കുന്ന പക്ഷിപറവാദികൾ പോലും കരിഞ്ഞെരിഞ്ഞ് ചാമ്പലായി താഴത്തേക്ക് വീണു പോകുമ്പോൾ, അങ്ങനെ ഉള്ള അഗ്നിയിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിയുമ്പോൾ അവിടെ അല്ലാഹു പറഞ്ഞല്ലയോ തീയേ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേല് തണുപ്പും രക്ഷയുമായിട്ട് മാറണം എന്നുള്ള ഖുർആനിന്റെ ആയത്ത് അവിടെ പറഞ്ഞല്ലോ. അതിനുള്ള പ്രധാനമായ കാരണം ഏതെന്നറിയുമോ? അവിടെ നമ്രൂദിന്റെ കത്തിയാളെന്ന തീക്കുണ്ടാരത്തിലേക്ക് അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബി അവിടെ പറഞ്ഞിട്ടുള്ള ഒരു ദുആ ഏതാണ്? ഹസ്ബി അല്ലാഹു മതിയെന്നാണ്, അല്ലാഹു മതിയെന്നാണ്. കടങ്ങൾ കൊണ്ട് വലയുന്ന ഉമ്മമാര് എന്തിനേറെ നിങ്ങൾക്കൊന്ന് ചൊല്ലാൻ പറ്റുമോ? മനസ്സിന്റെ ഉള്ളിലൊന്ന് പ്രവിശാലമായിട്ട് ചൊല്ലാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലാണ് കാശില്ലാത്തത്, നമ്മുടെ കടയിലാണ് കാശില്ലാത്തത്, നമ്മുടെ ബിസിനസ്സിലാണ് സമ്പത്ത് നഷ്ടമായത്, എന്നാൽ പടച്ചവന്റെ ഖജനാവിൽ കുറയുന്നില്ല, അല്ലാഹുവിന്റെ ഖജനാവ് കുറയുന്നില്ല. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടെ കടങ്ങളുള്ളവരാണോ എന്നാൽ അവിടെ വെച്ചുകൊണ്ട് ചൊല്ലണം, അല്ലാഹുവേ വല്ലാത്ത കടമാണ് പടച്ചവനെ, വല്ലാത്ത സങ്കടമാണ് പടച്ചവനെ, എന്റെ കടങ്ങൾ നീ മാറ്റണേ അല്ലാ, എന്റെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ, എന്റെ ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്തിനേറെ ഭർത്താവോടൊന്ന് പ്രവാസ ലോകത്ത് പോവുകയാണ്, അല്ലെങ്കിൽ പ്രവാസികളായ പാപങ്ങള് പ്രവാസ ലോകത്ത് യാതനയും വേദനയും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ കടന്നു വരുന്നവരാണെങ്കിൽ അവർക്ക് പോലും ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു ദിക്ർ ഏതെന്നറിയുമോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ, നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രയാസം അല്ലാഹു മാറ്റും. ചെറിയ ദിക്റല്ലേ? ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിക്കും, എല്ലാം അല്ലാഹുവിലേക്ക് കൊണ്ട് വരമേൽപ്പിക്കും. ഏത് പേടി വന്നാലും മുഅ്മിനായ ഒരു മനുഷ്യന്റെ അലാമത്ത് എന്ന് പറയുന്നത് അവനിക്ക് ഏത് സങ്കടം വന്നാലും ഏത് പ്രയാസങ്ങൾ വന്നാലും അത് കടങ്ങൾ കൊണ്ടാകട്ടെ മറ്റുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടാകട്ടെ, അങ്ങനെ സങ്കടങ്ങളും ദുഃഖങ്ങളും വന്നാൽ മുഅ്മിന്റെ ലക്ഷണം അല്ലാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. വീടിപ്പ് ജപ്തി ചെയ്തു പോകും, ജപ്തി നോട്ടീസ് വന്ന് എന്ത് ചെയ്യും അറിയില്ല. ഇപ്പോ ചില ആളുകൾ ഇതിനു വേണ്ടി കാത്തിരിക്കാൻ, നമ്മൾ എന്തെങ്കിലും പറയാ എടുത്തിട്ട് അലക്ക, ചില ആളുകൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ദിക്ർ ചൊല്ലിയ ഉസ്താദെ കടം മാറും. ഓരോ മുഅ്മിനിന്റെയും ഓരോ മനുഷ്യന്റെയും ഈമാനിന്റെ അവന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അവനെ പടച്ചത് അല്ലാഹുവാണ്, അവനിക്ക് ഭക്ഷണം തന്നത് അല്ലാഹുവാണ്, അവനിക്ക് വെള്ളം തന്നത് അല്ലാഹുവാണ്, അവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന അല്ലാഹുവാണ്. ചില ആളുകളുണ്ട് ഞാൻ വിചാരിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് പൊട്ടത്തരമാണ്. എനിക്ക് സമ്പത്തുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യും. ഏയ് ഇല്ല, നിനക്ക് സമ്പത്തില്ല, നിനക്ക് വാഹനമില്ല, നിന്റെ വീടല്ല, അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹുവാ നിനക്ക് തന്നത് എല്ലാം, ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തന്നതാണ്. ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിലേക്ക് വരമേൽപ്പിക്കും. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടയാളം എന്ന് പറയുന്നത് അവനിക്ക് എന്ത് പ്രയാസം വന്നാലും എന്ത് സങ്കടം വന്നാലും അവൻ അള്ളാഹുവിലേക്ക് അവൻ വരമേൽപ്പിക്കും. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ജീവിതത്തിന്റെ പ്രതിസന്ധിയിലേക്ക് അവൻ കടന്നു പോകുമ്പോൾ അള്ളാഹുവിലേക്ക് അവൻ വരമേൽപ്പിച്ചിട്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കും. അവന്റെ സങ്കടങ്ങൾ അറിഞ്ഞ് അല്ലാഹു തആല പരിഹാരം കൊടുക്കും. ആരായത് പഠിപ്പിച്ചത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അല്ലാഹുവിനുള്ള സൗഭാഗ്യം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ,
അള്ളാഹിനെ ഏൽപ്പിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് വെക്ക്. എന്നാൽ അള്ളാഹു തആല തരും മക്കളില്ലാത്തവരുണ്ട്. അള്ളാഹുവേ, ഒരു കുഞ്ഞിക്കാല് കാണാൻ എത്രയോ പ്രിയപ്പെട്ടവര് കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി 16 കൊല്ലമായി മക്കളില്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നവരുണ്ട്. എന്തിനാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ പേടിച്ചുകൊണ്ട് കടന്നു പോകുന്നത്? എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? എത്ര മരുന്ന് കഴിച്ചിട്ട് അള്ളാഹു തആല മക്കളെ തന്നില്ല. എത്രയോ ഡോക്ടർമാർ അരികിലേക്ക് പോയി. ഇനി കാണാ ദുനിയാവിന്റെ പുറത്തൊരൊറ്റ ഡോക്ടർമാര് പോലുമില്ല. അങ്ങനെ ഉള്ള വഴിവക്കുകളിലൂടെ നിങ്ങളൊക്കെ കടന്നു പോയവരാണ്. നിങ്ങളെല്ലാവരും കടന്നു പോയവരാണ്. നിങ്ങൾ പോകണ്ടെന്ന് പറയുന്നില്ല, ഡോക്ടറെ കാണണ്ടെന്ന് പറയുന്നില്ല, വെള്ളം മന്ത്രിച്ച് കുടിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അള്ളാഹുവിലേക്കൊന്ന് ബരമേൽപ്പിച്ചുകൊള്ളുക. മക്കൾ രോഗിയായി വീട്ടിൽ കിടക്കുകയാ. നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ മനസ്സുകൊണ്ട് കരുതണം, അള്ളാഹുവേ, ഇവിടെ ചെയ്യേണ്ടുന്ന സകലമായ കാര്യം ഞാൻ ചെയ്തു. ഇനി നിന്റെ അടുക്കലാണ് എന്റെ കുട്ടിയുടെ സങ്കടം മാറ്റുന്നത്, എന്റെ മകന്റെ രോഗം മാറ്റുന്നത്, അവന്റെ വിഷമം മാറ്റുന്നത്, അവന്റെ ദുഃഖം മാറ്റുന്നത്. ഇനി നിന്റെ പക്കലാണ്. അള്ളാഹു, എന്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ബരമേൽപ്പിച്ചാൽ മാത്രം മതി. അതിനുള്ള ഒരു മാനസികമായ ഒരു വഴി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, ഇല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിക്ർ നമ്മളൊന്ന് ചൊല്ലാൻ പോവാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലേ? മനുഷ്യന്മാരുടെ ജീവിതത്തിന് എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്നുകൾ തന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദിക്റാണ്. ആ ദിക്റുകൾ മനുഷ്യന്മാര് ചൊല്ലിക്കൊണ്ടാണ് കടന്നു വരുന്നതെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ പോലും അറിയാത്ത സന്തോഷം അല്ലാഹു തആല അവനിക്ക് തരും. അത് 100% ഉറപ്പാണ്. ഏത് രോഗത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ മരുന്നുണ്ട്. ഏത് രോഗത്തിനും അവിടെ നിന്ന് ചികിത്സയുണ്ട്, ഇല്ലേ? ചില മനുഷ്യന്മാർക്ക് അസൂയ, ചില മനുഷ്യന്മാർക്ക് കുശുംബാണ്. ഒരു മനുഷ്യനും നന്നാകുന്ന ഇഷ്ടമല്ല, ഒരു മനുഷ്യനും നന്നാകുന്നത് ഇഷ്ടമല്ലാത്ത ചില ആളുകൾ. ചിലപ്പോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസികളായിരിക്കാം. അയൽവാസി കഞ്ഞി വെച്ച് കുടിക്കുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. അവന്റെ വീട്ടിൽ ഒരു വാഹനം വരുന്നത് എന്തിനാ? നമ്മൾ പരസ്പരം അസൂയിക്കണ്ട, നമ്മൾ ഒരാളെ പറ്റി ഒന്നും പറയണ്ട. അള്ളാഹുവാ നമുക്ക് തരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സലാത്തുൻ ലാസിമാത്തുൻ ലിഉമ്മത്തി, എന്റെ ഉമ്മത്തുകൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത 3 കാര്യങ്ങളുണ്ട്. ആരായി പറയുന്നത്? പ്രവാചകനാണ്. നമ്മുടെ ഖൽബിന്റെ മണിമുത്ത് നമ്മളോട് പഠിപ്പിക്കുകയാണ്. സലാത്തുൻ 3 കാര്യങ്ങൾ, ലാസിമാത്തുൻ നിർബന്ധമാണ്, ലിഉമ്മത്തി എന്റെ ഉമ്മത്തിന്, അതവർക്ക് ഒഴിച്ചുവിടാൻ പറ്റൂല. അതിൽപ്പെട്ട ഒന്നാമത്തതായി അള്ളാന്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്, തീർ, ശകുനം നോക്കുന്നതാണ്. അതായത് കൈ നോക്കലാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, സങ്കടങ്ങൾ വന്നാൽ, ദുഃഖങ്ങൾ വന്നാൽ ഓടിപ്പോയിട്ട് ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ മുമ്പിൽ കടന്നിരിക്കും, എന്റെ കൈയൊന്ന് നോക്കിത്തരാമോ? നിന്റെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭാശയത്തിന്റെ അകത്തട്ടിലുള്ള കുട്ടിയെ പറ്റി അറിയുന്നത് അള്ളാഹുവാണ്. അവൻ അവിടെ നിന്ന് വരുമ്പോൾ അവന്റെ ജീവിത ലക്ഷ്യത്തെ അള്ളാഹു അവിടെ നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത്ര കൊല്ലം വരെ ജീവിപ്പിക്കുമെന്നുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ചില ആളുകൾ അവിടെ നിന്ന് പ്രശ്നം നോക്കാൻ കടന്നു പോകും. ആളുകളുടെ അരികിലേക്ക് നിന്ന് കടന്നു പോയിട്ട് തത്തമ്മയെ കൊണ്ട് ചീട്ടെടുപ്പിച്ചിട്ട് വർത്തമാനം പറയും, കൈ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവര് പറയുന്ന പ്രശ്നത്തിന് പരിഹാരം കാണും. അങ്ങനെ വീട് വിറ്റെത്ര ആളുകളുണ്ട്, വാഹനം വിറ്റിട്ട് ജ്യോത്സ്യന്മാരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തവരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇന്ന് ഞാൻ വെട്ടിത്തുറന്ന് പറയുകയാണ്, എനിക്കാരെയും പേടിയില്ല. എന്തിനാണ് ചില ആളുകൾ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവരുണ്ട്. ആളുകളുടെ കാശും മുതലും കണ്ടിട്ട് അവർക്കിന്ന രോഗമുണ്ടെന്ന് പറയുന്നവരുണ്ട്, അവർക്കിന്ന പ്രശ്നമുണ്ടെന്ന് പറയുന്നവരുണ്ട്, വീടിന് എന്തൊക്കെയോ ദുശകുനമുണ്ടെന്ന് പറയുന്നവരുണ്ട്.
പറയുന്നവരുണ്ട്, അതിന് ഇന്ന ഇന്ന ക്രിയകൾ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഇത്ര രൂപ ചിലവ് വരും, അത് ഇത്ര രൂപ ചിലവ് വരും, അതെല്ലാം നീ ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ആളുകളെ പറ്റിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു വിടൂല്ല, അള്ളാഹു വരെ വിടൂല്ല. അങ്ങനെ കാശുകൾ ലക്ഷങ്ങള് കൊള്ളയടിക്കുന്ന ആളുകളുണ്ട്. ആളുകളൊന്നും ഞാൻ വ്യക്തമാക്കിയിട്ട് പറയുന്നില്ല. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, 3 കാര്യം എന്റെ ഉമ്മത്തിന് ഒഴിവാക്കാൻ പറ്റില്ല. ഒന്നാമത്തെ പോയിട്ട് കൈ നോക്കിയിട്ട് കാര്യം പറയാം. ചില ആളുകളുടെ മുമ്പിൽ പോയിട്ടെ, അതിനെ ആരാകട്ടെ, ഇനി തലയെ കെട്ടിയവരാകട്ടെ, കെട്ടാത്തവരാകട്ടെ, പൊട്ടുവിട്ടവരാകട്ടെ, അല്ലാത്തവരാകട്ടെ, എല്ലാരും മുമ്പിലും പോയിട്ട് എന്റെ കൈയെന്ന് നോക്കിയിട്ട് പറയാമോ? എന്റെ കൈയെന്ന് നോക്കിയിട്ട് പറയാമോ? നിന്റെ കൈ നോക്കാൻ 5 രേഖയുണ്ട്, എത്ര നന്നായിട്ട് കഴിക്കാൻ നല്ല വൃത്തി ഉണ്ടാവും, ഇല്ലെങ്കിൽ വൃത്തികേടായിരിക്കും അല്ലേ? കൈ നോക്കൽ വലിയ തെറ്റാണ്. ആലിമീങ്ങളുടെ മുമ്പിൽ നല്ല അറിവുള്ളവർ, ഇഖ്ലാസുള്ളവർ, അള്ളാഹുവിന്റെ ദീനിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർ, അവരങ്ങനൊന്നും പറയില്ല അല്ലേ? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയോരത്തുകൂടി വിശന്നുകൊണ്ട് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, വഴിയോരത്തുകൂടി വിശന്ന് വലഞ്ഞുകൊണ്ട് വരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരാളെ കാണുമ്പോ ചോദിച്ചു, എന്തേ തങ്ങളെ ഇറങ്ങി നടക്കുന്നത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, മോനെ വിശപ്പാണ്. അവിടെന്ന് പറഞ്ഞു, നിന്റെ കയ്യിൽ വല്ലതുമുണ്ടെങ്കിൽ തരുമോ? ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കയ്യിൽ 3 കാരക്ക കൊടുക്കുകയാ. വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതങ്ങ് വേടിച്ചങ്ങ് കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷമാണ് അവിടെന്ന് ചോദിക്കുന്ന, എവിടെന്നാ കിട്ടിയത്? ഉടൻ തന്നെ പറഞ്ഞു, ഇത് ഞാൻ അവിടെന്ന് കൈ നോക്കാൻ കടന്നു പോയതാണ്. അങ്ങനെ കൈ നോക്കിയപ്പോൾ എനിക്കവിടെന്ന് കിട്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് തന്റെ വിരലുകൾ വായുടെ ഉള്ളിലേക്ക് അങ്ങ് ഇടിച്ചിറക്കുകയാണ്, അങ്ങ് ഛർദിക്കുകയാണ്. എന്തിനേറെ ആമാശയത്തിലുള്ള ഈത്തപ്പഴം മുഴുവനും പുറത്തേക്ക് വരുന്നത് വരെ ഛർദിച്ചു, ബ്ലഡ് പുറത്തേക്ക് വരുന്നത് വരെ ഛർദിച്ചു. എന്നിട്ടവിടുന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, പടച്ചവനേ, ഈ സിദ്ദീഖ് അറിയാതെയാണ് കഴിച്ചത്, വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് കഴിച്ചു പോയതാണ്. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഉദരത്തില് എന്തെങ്കിലും ഹറാമിയത്തിന്റെ മുതൽ പോയിട്ടുണ്ടെങ്കിൽ ഈ സിദ്ദീഖിന് മാപ്പ് തരണയല്ല, ഈ സിദ്ദീഖിന് മാപ്പ് തരണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കരഞ്ഞുപോയി. അതുകൊണ്ട് കൈ നോക്കുന്ന വിഷയം തന്നെ വല്ലാത്തൊരവസ്ഥയാണ്. കൈ നോക്കുന്നവരുടെ ശിക്ഷയെ പറ്റി ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരാം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൽ ഹസദ്, അസൂയ വെക്കൽ ഒരു മനുഷ്യന് നിർബന്ധമാണെന്ന് വെച്ചാൽ അവർക്ക് ഒഴിച്ചുവിടാൻ പറ്റൂല. നബി തങ്ങൾ പറയാൻ, ഒരു മനുഷ്യന്മാർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത 3 കാര്യം, അതിൽപ്പെട്ട ഒന്ന് കൈ നോക്കലാണ്. ഒരു മനുഷ്യൻ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാമത്തെ കാര്യം കൈ നോക്കിയിട്ട് കാര്യം പറയാ. ഈ ഇരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം പ്രിയപ്പെട്ടവരെ. അത് നിങ്ങൾ ഒഴിവാക്കണം. റബ്ബിനോട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് തരും. അള്ളാഹിലേക്ക് പറയാൻ വല്ല മടിയുണ്ടോ? ദുനിയാവിന്റെ പുറത്ത് ഒരു മഖ്ലൂക്കിനെയും നമ്മൾ പേടിക്കണ്ട. അള്ളാഹു അറിയാതെ ഒന്നും നടക്കൂല. ആരൊക്കെ എത്ര കുറ്റപ്പെടുത്തിയാലും, ആരൊക്കെ എത്ര കളിയാക്കിയാലും, ആരൊക്കെ എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞാലും, ചിലപ്പോൾ നിങ്ങളെ പറ്റി പറഞ്ഞേക്കാം, നിങ്ങളുടെ മക്കളെ പറ്റി പറഞ്ഞേക്കാം, നിങ്ങളുടെ ഭർത്താവിനെ പറ്റി പറഞ്ഞേക്കാം, നിങ്ങളുടെ ഭാര്യയെ പറ്റി അപവാദങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങളത് കാര്യമാക്കി എടുക്കണ്ട. അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്, അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഭാര്യയെ പറ്റി, മക്കളെ പറ്റി, സഹോദരങ്ങളെ പറ്റി, ബന്ധുക്കളെ പറ്റി, അങ്ങനെ ഓരോരുത്തരെ പറ്റി ഓരോരുത്തരിങ്ങനെ പലതും വിളിച്ചു പറയും. പക്ഷേ അവര് പറഞ്ഞോട്ടെ, പറയുന്നവര് പറഞ്ഞോട്ടെ. ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. അവര് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു വേദനാജനകമായ ശിക്ഷ അല്ലാഹു തആല അവർക്ക് ഉറപ്പായിട്ട് കൊടുക്കും. അതിന് നിങ്ങളിൽപ്പെട്ടവരുണ്ടെങ്കിലും നിങ്ങളും അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ അതിൽ നിന്ന് ഒഴിവാകണം, നിർത്തണം. നിങ്ങൾ ദാറുസ്സലാമിലുള്ള ഓരോരുത്തരും ആരെയെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ അത് നിങ്ങൾ ഒഴിവാക്കണം. എന്തിനാ നമ്മൾ പറയാൻ പോവാ?
എന്തിനാ നമ്മൾ കുറ്റപ്പെടുത്തുക? നബി തങ്ങൾ പറഞ്ഞു ഇത് മനുഷ്യനിക്ക് ഒഴിച്ചുവിടാൻ പറ്റൂല. ഇല്ലേ? ഏതെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 3 കാര്യത്തിൽ ഒന്നാമത്തേതാണ്, പിന്നെ ഒന്നാമത്തത് കൈനോക്കല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഒരു മനുഷ്യനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തത് ഹസദാണ്. അങ്ങനെയുള്ള ഹസദ് വന്നാൽ അള്ളാന്റെ പ്രവാചകരോട് സഹാബത്ത് ചോദിച്ചല്ലോ, ഈ ഹസദിന്റെ കാര്യം വലിയ വിഷയമാണ്. മനുഷ്യന്മാർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത രണ്ടാമത്തെ കാര്യം ഹസദാണ്. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത്? നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ഹസദ് വരാതെ ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം നബിയെ? അള്ളാന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇദാ ഹസദത ഫസ്തഗ്ഫിരില്ലാഹ്. നിന്റെ ഖൽബിന്റെ ഉള്ളിൽ ഒരാളോട് അസൂയ തോന്നാൽ നീ അപ്പോൾ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നീ ചൊല്ലണം. എന്നാ നിന്റെ ഖൽബിന്റെ ഹസദ്, നിന്റെ അസൂയ അല്ലാഹു മാറ്റുമെന്ന് പഠിപ്പിച്ചത് പ്രവാചകൻ നമ്മുടെ ഖൽബിന്റെ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ പറ്റിയെങ്കിലും അസൂയ എങ്ങനെ തോന്നിയ അപ്പോൾ ചൊല്ലണം അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ടാണ് അവിടെ റസൂലുള്ളാഹി തങ്ങൾ രണ്ടാമതായി പറഞ്ഞത് സ്വഹാബാ വൽ ഹസദ് അസൂയാണ്. അപ്പോഴാണ് സ്വഹാബത്ത് ചോദിച്ചത്, മാ യുദ്ഹിബുഹുന്ന യാ റസൂലല്ലാഹ് മിമ്മൻ ഹുന്ന ഫീ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഹസദ് ഉണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകാൻ എന്ത് ചെയ്യണം നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ ഹസദത, നീ ഒരാളോട് അസൂയ വെച്ചാൽ, അസൂയ തോന്നിയാൽ അല്ലാഹുവിലേക്ക് നീ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കടന്നു വന്നോ. ഒരു മനുഷ്യനിലേക്ക് ഇസ്തിഗ്ഫാർ വന്നാൽ, അല്ല ഒരു മനുഷ്യനിലേക്ക് നിങ്ങൾക്ക് അസൂയ തോന്നാൽ അപ്പൊ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് നിങ്ങളെ വിജയിപ്പിക്കും. ഇല്ലേ? രണ്ടാമത്തെ കാര്യം അതാണ്, അത് മനുഷ്യന്മാർ ഒഴിച്ചുവിടൂല. ഹസദ്. ഒരു മനുഷ്യൻ നന്നാകുന്നത് ഇഷ്ടല്ല, ഒരു മനുഷ്യൻ നന്നാകുന്നത് ഇഷ്ടല്ല, ഒരു മനുഷ്യൻ നന്നാകുന്നത് ഇഷ്ടല്ല. മനുഷ്യന്മാരങ്ങനെയായിട്ട് മാറി. ഇല്ലേ? മൂന്നാമതായിട്ട് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, മനുഷ്യന്മാർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത മൂന്നാമത്തെ കാര്യം വസൂഉല്ലന്ന്. അത് മോശമായ സ്വഭാവമാണ്, മോശമായ ചിന്തയാണ്. മനുഷ്യന് ഒഴിച്ചുവിടാൻ പറ്റാത്ത മൂന്നാമത്തെ കാര്യം സൂഉല്ലന്നാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പറ്റി ആവശ്യമില്ലാത്തത് ചിന്തിക്കുക. ഒരു മനുഷ്യനെ പറ്റി ആവശ്യമില്ലാത്ത ചിന്തിച്ച അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, ഒന്നാമത്തെ അത്തീറ. ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ ഇനി പറയാവുന്ന 3 കാര്യം നിങ്ങളിലുണ്ടോ? അത് പരാജയത്തിന്റെ തെളിവാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള ഈ 3 കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാസിമാത്ത് 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്ത് നിർബന്ധമാണ്, അവർക്ക് ഒഴിച്ചുവിടാൻ പറ്റൂല. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഏതാണ്? ആളുകളുടെ മുമ്പിൽ പോയി കൈ നീക്കുന്നൊരു, കൈ നീട്ടിയിട്ട് കൈ നോക്കിയിട്ട് കാര്യം പറയുന്നൊരു സ്വഭാവം എന്റെ ഉമ്മത്തിന് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. രണ്ടാമത്തെ കാര്യം ഏതാണ്? വൽ ഹസദ്. ഓരോ മനുഷ്യനേക്ക് അസൂയ വെക്കുക, ഒരു മനുഷ്യൻ നന്നാകുന്ന ഇഷ്ടം വെക്കാതിരിക്കുക. അപ്പുറത്തുള്ള കച്ചവടക്കാരന്റെ കടയിൽ 10 ആളുകൾ കയറിയാൽ ഇപ്പുറത്തുള്ളവനിക്ക് കുശുമ്പ് വരുന്ന അസൂയ വരുന്നു. ഒരു മനുഷ്യനിക്ക് നല്ല വാഹനമുണ്ടെങ്കിൽ അവനിക്ക് അസൂയ വരുന്നു. ഒരു പെണ്ണിന് അവിടെ സ്കൂട്ടി ഉണ്ടെങ്കിൽ, ബൈക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇവിടെ അസൂയ വരുന്നു. ഒരു വീട്ടിലൊരു വാഹനമുണ്ടെങ്കിൽ അസൂയ വരുന്നു. എന്തിനാണ് അതിന്റെ തീരുമാനം? അത് വേണ്ട. മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത അസൂയാണ്. അങ്ങനെ അസൂയ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ വന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചത്, ഇദാ ഹസദത, നിന്റെ ഖൽബിന്റെ ഉള്ളില് ഒരു മനുഷ്യനോട് അസൂയ തോന്നാൽ അല്ലാഹുവിലേക്ക് നീ ഇസ്തിഗ്ഫാർ ചൊല്ലുക. മൂന്നാമത്തേത് ഏതാണ്? സൂഉല്ലന്നാണ്, മോശമായ ചിന്തയാണ്. ഒരു പെൺകുട്ടി വീട്ടിന്റെ മുറ്റത്തൂടെ പോയാൽ അവളെ പറ്റി അപവാദങ്ങൾ പറഞ്ഞു വരത്തുക. ഫോൺ പിടിച്ചുകൊണ്ട് കയ്യിൽ ഫോണും വെച്ച് വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നാൽ
മോശമാണെന്ന് പറയുക, അല്ലെങ്കിൽ വഴിയോരത്തൊരാൾ കടന്നു പോയാൽ രാത്രിയാണ് കടന്നു പോകുന്നത്, അവരെ പറ്റി മോശമായി ചിത്രീകരിക്കുക, അങ്ങനെയുള്ള സ്വഭാവം എന്റെ ഉമ്മത്തിന് ഒഴിച്ചുവിടാൻ പറ്റത്തില്ല. ഈ 3 കാര്യം എന്റെ ഉമ്മത്തിന്റെ കൂടെയുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് അത് ഒഴിച്ചുവിടാൻ നിങ്ങളുടെ ഖൽബിന്റെ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ നീ സന്തോഷം തരണേ അല്ലാ, സൗഭാഗ്യം തരണേ അല്ലാ, സ്വർഗത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോടൊപ്പം കടന്നു വരുന്നവർ, ഞങ്ങളോടൊപ്പം ചേരുന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സങ്കടം, വിഷമങ്ങൾ, ഒരുപാട് കടങ്ങൾ എല്ലാം ഉള്ളവരാ നിങ്ങളുടെ കൂട്ടത്തിൽ. അല്ലാഹു നമ്മുടെ കടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി, വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി, കണ്ണീരുകൾ മാറ്റാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചൊല്ലാം. എല്ലാവരും ചൊല്ലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ചൊല്ല്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ചൊല്ല്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. എന്റെ കൂടെ ചൊല്ല്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഏത് സങ്കടമാണെങ്കിലും അല്ലാഹു മാറ്റണം, ഏത് രോഗമാണെങ്കിലും അല്ലാഹു മാറ്റണം. അതുകൊണ്ട് ചൊല്ല്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എല്ലാവരും ഒന്ന് കണ്ണൊന്ന് അടച്ചു പിടിക്ക്, നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് കൈവെക്ക്, നമ്മുടെ പ്രയാസം നമ്മുടെ കണ്ണിലേക്കൊന്ന് കൊണ്ടുവന്നോ. നമുക്ക് ഏതാണ് ഈ സമയത്ത് ടെൻഷൻ ഉള്ളത്, ആ ടെൻഷനുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവാ. എന്നിട്ട് ഞാൻ ചൊല്ലിത്തരാ, നിങ്ങളൊന്ന് കേട്ടു ചൊല്ല്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. എല്ലാരും ചൊല്ലുന്നില്ലേ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹു നമ്മളെ ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെല്ലാവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ജീവിതത്തിന്റെ കടങ്ങൾ, ജീവിതത്തിന്റെ സങ്കടങ്ങൾ എല്ലാം അല്ലാഹു തആല മാറ്റിത്തരട്ടെ, അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. സഹോദരങ്ങളെ, എനിക്കൊരു പവറില്ല കേട്ടോ. ഞാൻ ദുആ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളൊന്ന് ആമീൻ പറ. നിങ്ങളുടെ ആമീനാണ് അകപ്പാടുള്ള പ്രതീക്ഷ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് കമന്റ് എഴുതിയിടുന്നുണ്ട്. എല്ലാം ഞാൻ ഒന്ന് ഓടിച്ച് വായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാരും ദുആ ഇറക്കണം എനിക്ക് വേണ്ടിയിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യും. ഒന്ന് ആമീൻ പറയണേ. ആരുടെ പേര് പറഞ്ഞില്ല എന്ന് വിചാരിക്കരുത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി വമസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ വഗാദീനാ വമുസ്തഫാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾ സാധുക്കളാണ് അല്ലാഹുവേ. ഇതിൽ ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ.
ഓരോരുത്തരുടെ മനസ്സറിയുന്ന നാഥ, അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഒരുപാട് തിന്മകൾ ചെയ്തു. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ നരകത്തിൽ പെട്ടുപോകും. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗത്തിന്റെ അഡിക്റ്റുകളായവരുണ്ട്. ക്യാൻസർ പോലെ, അപസ്മാരം പോലെ, അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ വന്നിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ഈ തൊട്ടടുത്ത് പോലെ എന്നെ വിളിച്ചിട്ട് രോഗമാണ് ഉസ്താദേ ദ്വാരക്കുവോ, ഭക്ഷണം ഇറക്കാൻ കഴിയുന്നില്ല, വെള്ളമിറക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒന്നും മരിക്കാൻ ദ്വാരക്കോ എന്ന് പറഞ്ഞിട്ടൊരു പാവപ്പെട്ട ഒരു ഉമ്മ വിളിച്ച് പൊട്ടിക്കരഞ്ഞു. അല്ലാ, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലും അങ്ങനത്തെ ഒരു രോഗം കൊടുക്കല്ലേ അല്ലാ, അങ്ങനത്തെ ഒരു സങ്കടം വെക്കല്ലേ അല്ലാ, അങ്ങനത്തെ ഒരു പ്രയാസം വെക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, അല്ലാഹുവേ, എത്രയോ ആളുകൾ വിളിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് അങ്ങനത്തെ രോഗം തരല്ലേ അല്ലാ, ഞങ്ങളുടെ ഭാര്യമാർക്ക് അങ്ങനത്തെ രോഗം തരല്ലേ അല്ലാ, അപസ്മാരം പോലെ, ക്യാൻസർ പോലെ അല്ലാ, ഞങ്ങളുടെ അരുമ സന്താനങ്ങൾ, ആ പൊന്നുമക്കൾ എന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് ജീവനാ റബ്ബേ. ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. RCCയുടെ അകത്തട്ടിൽ പോയി കിടന്ന് നിലവിളിച്ച് പൊട്ടിക്കരയുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, മക്കൾക്കൊരു രോഗം വന്നാ ഞങ്ങൾക്കത് സഹിക്കൂല, വീട് വിൽക്കും ഞങ്ങൾ. അല്ലാ, രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ വീട് വിറ്റുപോകുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ല പടച്ചോനെ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളാരെയും നീ സ്വീകരിക്കാതെ മടക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരും ദുആ ചെയ്യാൻ ഒന്നിനും കൊള്ളാത്ത എന്നോട് പറയുന്നത്, ഇതിലൊരുപാട് സാധുക്കളായ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവരുടെ ആമീൻ പവറുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നീ അവരെ ഖായിബാക്കല്ലേ അല്ലാ, നീ അവരെ തട്ടല്ലേ അല്ലാ, നീ അവരെ തട്ടല്ലേ അല്ലാ. പടച്ചവനെ, മരിക്കുന്നത് വരെ നമ്മുടെ ശരീരത്ത് മറ്റൊരാളുടെ കൈ നടത്തുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. കൈകാലുകൾ തളർന്നു കിടക്കുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. പടച്ചോനെ, ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങളവരെ അപകടത്തിലും പെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ മക്കളെ പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, വീട് വിൽക്കാൻ പറഞ്ഞവരുണ്ട് ഉസ്താദേ, കൊല്ലങ്ങൾ കൊണ്ട് വാടക വീട്ടിലാണെന്ന് പറഞ്ഞവരുണ്ട്. പടച്ചോനെ, അവർക്കൊക്കെ അതിന് പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മദീനത്ത് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ട് കാത്തിരുന്നവരുണ്ട്. അല്ലാ, മരിക്കുന്നതിന് മുമ്പ് മദീനയുടെ മണിമുത്തിന്റെ പരിശുദ്ധമായ ആ വെള്ളക്കൊട്ടാരമൊന്ന് കാണാൻ, അവിടെ പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളൊക്കെ സാധുക്കളാണ് റബ്ബേ, ഞങ്ങളൊക്കെ ഒരുപാട് സങ്കടത്തിൽ പെട്ടുപോയവരാണ് റബ്ബേ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞു, അത് മുഴുവനും നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരുടെയും ഉപ്പമാര് ഉമ്മമാര് പച്ച മണ്ണിലാണ് റബ്ബേ. അവർക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ പോലും ഞങ്ങൾ ഓതിയിട്ടില്ല. പടച്ചോനെ, ഞങ്ങൾക്കൊരുപാട് സ്നേഹം തന്ന ഉമ്മയായിരുന്നു, സ്നേഹം തന്ന ബാപ്പയായിരുന്നു. അല്ലാ, അവരും പലരും ഖബറിലാണ്, ഖബറിന്റെ അവസ്ഥ അറിയൂല റബ്ബേ. അല്ലാഹുവേ, നീ ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, പലരും രോഗികളായി കട്ടിലിൽ ഒരുപോലെ കിടക്കുകയാണ്. യാ അല്ലാ, അല്ലാഹുവേ, അങ്ങനത്തെ ഒരവസ്ഥ വരാക്കും വെക്കല്ല റബ്ബേ.
ഒരാൾക്കും വെക്കല്ല റബ്ബേ. അല്ലാഹുവേ, വർഷങ്ങളോളം കട്ടിലിൽ രോഗമായി കിടക്കുന്ന ഒരസുഖവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. കൈകാലുകൾ കീറി മുറിക്കുന്ന രോഗം തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഈ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ പെൺമക്കളുണ്ട്, അവർക്ക് അനുയോജ്യരായ ഇണയെ കൊടുക്കണേ റബ്ബേ. അല്ലാ, ഞങ്ങളെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. കടം മാറാൻ, അസുഖം മാറാൻ, രോഗം മാറാൻ, കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാൻ, അങ്ങനെ പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين.